ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന വിഭവം ഒരു സ്പെഷ്യൽ ബീഫ് ഐറ്റമാണ്. വെറുതെ തള്ളുകയാണെന്ന് വിചാരിക്കേണ്ട, അല്പം വലിയ ഒരു സ്പെഷ്യൽ തന്നെ. ബീഫ് പാൽ പിഴിഞ്ഞത്. എന്താ പുതുമ തോന്നുന്നില്ലേ? അപ്പോ നമ്മൾ 2 കിലോ ബീഫിന്റെ പാൽ പിഴിഞ്ഞാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമ്മൾ ബീഫിനെ ഒരു കുക്കറിലേക്ക് മാറ്റി വേവിക്കുകയാണ് വേണ്ടത്. അപ്പോ ബീഫിനോടൊപ്പം 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചതും 50 ഗ്രാം ഇഞ്ചി അരിഞ്ഞതും 10 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പില 5 ഇതളും ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കണം. ഇതിനിടയിൽ അരമുറി തേങ്ങാപ്പാലിന്റെ 2ാം പാൽ ചേർത്ത് ഇളക്കി വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. കറിവേപ്പില 8 ഇതൾ വേണം, ഇഞ്ചി 50 ഗ്രാം, സവോള 4 എണ്ണം, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 2.5 സ്പൂൺ, തക്കാളി 2 എണ്ണം, തേങ്ങാപ്പാൽ 1ാം പാലും 2ാം പാലും വേണം, വെളുത്തുള്ളി 100 ഗ്രാം, ചെറിയ ഉള്ളി 150 ഗ്രാം, പച്ചമുളക് 50 ഗ്രാം, വെളിച്ചെണ്ണ 8 സ്പൂൺ, ഉരുളക്കിഴങ്ങ് 4 എണ്ണം. അപ്പോ ഇനി ഇതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 4 സവോളയും 100 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 4 ഇതൾ കറിവേപ്പിലയും 5 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വീണ്ടും വഴറ്റണം. അതിനുശേഷം തക്കാളി 2 എണ്ണം അരിഞ്ഞതും 1 തേങ്ങയുടെ 2ാം പാൽ എന്നിവ ചേർത്ത ശേഷം വേവിച്ച് വച്ച ബീഫും സ്റ്റോക്ക് വാട്ടറും ചേർത്ത് 4 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ചേർത്ത് അടച്ചു വച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തിളച്ചു വന്ന കറിയിലേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുത്താൽ ബീഫ് പാൽ പിഴിഞ്ഞതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഇത് താളിക്കാനായി ചെറിയ ചീനിച്ചട്ടി വെച്ച് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1.5 സ്പൂൺ കടുകും 4 വറ്റൽമുളകും 50 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ചേർത്താൽ ബീഫ് പാൽ പിഴിഞ്ഞത് പൂർണ്ണമായും റെഡിയാവും. ഇതിന്റെ കൂടെ കോമ്പിനേഷനായി കഴിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ വിഭവം എന്ന് പറയുന്നത് മധ്യകേരളത്തിൽ കണ്ടുവരുന്ന പിടി എന്ന കുഞ്ഞു പലഹാരമാണ്. അപ്പോൾ ഇത്തരം പുതിയ കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഡിഷ് ഉടൻ പ്രതീക്ഷിക്കുമല്ലോ.